അപ്പോൾ അങ്ങനെ ശ്രീലങ്കയ്ക്ക് എതിരായിട്ടുള്ള ഇന്ത്യയുടെ വൺ ഡേ ടീം പ്രഖ്യാപിച്ചു. സഞ്ജു ഇല്ല, 2020-ലുണ്ട്. അപ്പോൾ ഗൗതം ഗംഭീർ കോച്ചായി വന്നപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു. സഞ്ജുവിന് വേണ്ടി ഭയങ്കര പ്രസംഗമായിരുന്നു പുള്ളി, പണ്ട് ഭയങ്കര ട്വീറ്റും ഭയങ്കര സംഭവമായിരുന്നു. ഒരു ഉണ്ടിയും, അപ്പം മൂപ്പരുടെ അടുത്തൊന്നും ഒരു ഉണ്ടിയില്ല. അപ്പം ഇതൊക്കെ ആര് കളിക്കണം ആര് കളിക്കണ്ട അതൊക്കെ നിയന്ത്രിക്കാൻ ഗ്രൂപ്പ് ഉണ്ട്. സഞ്ജു വണ്ടേലെങ്ങാനും ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ സഞ്ജു ചിലപ്പോൾ ഈ കളിക്കും, കാരണം പലതവണ തെളിയിച്ചിട്ടുള്ളതാണ്. പിന്നെ ആക്ച്വലി സഞ്ജു ഒരു വൺ ഡേ പ്ലെയർ ആണ്. പുള്ളി സ്റ്റാൻഡായിട്ട് നിന്നിട്ട് കളിക്കുന്നത്, പുള്ളിയുടെ ഒരു ലെവലിൽ വെറുതെ ഇങ്ങനെ നിന്ന റണ്ണ് വരും വൺ ഡേയിൽ. നോക്കി ബോളൊക്കെ എടുത്ത് നോക്കി കുറച്ച് അടിപൊളി ക്ലാസിക് 4 അടിച്ചിട്ട് മെല്ലെ മെല്ലെ റൺ റേറ്റ് കയറ്റിയ ആൾക്ക് റിസ്ക് ഇല്ലാതെ നിന്ന് കളിക്കാൻ പറ്റിയ കളിയാണ് വൺ ഡേ. പുള്ളി യഥാർത്ഥ വൺ ഡേ പ്ലെയറാണ്. അതിന് പുള്ളിക്ക് വൺ ഡേയിൽ ചാൻസ് കൊടുക്കില്ല. 2020-ൽ ചാൻസ് കൊടുത്തിട്ട് പുള്ളിക്ക് ഒന്നും ഡിഫെൻഡ് ചെയ്യാനും പറ്റില്ല. പിന്നെ ഒരിക്കലും പുള്ളി സെൽഫിഷായിട്ട് ചെയ്യുന്ന ഒരു ബാറ്റ്സ്മാൻ അല്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളി അറ്റാക്ക് ചെയ്ത് കളിക്കും, വിക്കറ്റ് പോകും. പിന്നെ അതുപോലെ കോഴിക്ക് മുല വരുന്ന മാതിരി ആണ്ടിലൊരിക്കലാണ് ചാൻസ് കൊടുക്കുക. ഇപ്പോൾ വേൾഡ് കപ്പ് ടീമിൽ എടുത്തിട്ട് കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി സ്ക്രിപ്റ്റഡ് ആണ്, ആരൊക്കെ കളിക്കണം ആരൊക്കെ കളിക്കണം എന്നൊക്കെ. പിന്നെ നമ്മൾ കുറേ ആൾക്കാർ കുറേ ട്രോൾ ഉണ്ടാക്കിയിട്ടും പിടിച്ചിട്ടും ഇതാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ പിന്നെ ഒന്നാമത് എന്താ വെച്ചാൽ BCCIയുടെ മുകളിൽ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റിയ ബോർഡായിരിക്കണം. അപ്പം നമ്മളെ കേരള ക്രിക്കറ്റ് ബോർഡിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ BCCIയുടെ മുകളിൽ ഒരു പവറും ഇല്ല എന്നുള്ളതാണ് സത്യം. സൗത്ത് ഇന്ത്യയിൽ ആകെ ഇത്തിരി പവർ ഉണ്ടെങ്കിൽ തമിഴ്നാടിനും കർണാടകത്തിനും ആന്ധ്രയ്ക്കും ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒന്നുമില്ല. കേരളത്തിന് ഒരു പവറും ഇല്ല. അപ്പം ഇത്രയെങ്കിലും സഞ്ജുവിന് ചാൻസ് കിട്ടുന്നത് വെച്ചാൽ സഞ്ജുവിൻ്റെ ഒരു ഒറ്റ കാലിബർ കൊണ്ട് മാത്രമാണ്. പിന്നെ സഞ്ജുവിന് കുറച്ച് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആളുകൾ, വിദേശ പ്ലെയേഴ്സും നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുറേ പ്ലെയേഴ്സും കാര്യങ്ങളും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്, ആളുകളുടെ വായ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെലക്ഷൻ തന്നെ. ഇപ്പോൾ 2020-ൽ സെലക്ഷൻ കിട്ടിയിട്ട് അത് ഇനി കളിപ്പിക്കുമെന്ന് പഠിച്ചമ്പരാൻ അറിയാം. അപ്പം എന്തായാലും ഒന്നും മാറാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ ഗൗതം ഗംഭീരല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ നേരിട്ട് ഇറങ്ങി വന്നിട്ട് കോച്ചായാലും സഞ്ജുവിനെ കളിപ്പിക്കും. വേണ്ട രീതിയിൽ സഞ്ജുവിന് അവസരങ്ങൾ കിട്ടുമെന്ന് തോന്നുന്നു. ഇപ്പം ഒരുത്തൻ പറഞ്ഞിട്ടുണ്ട് സഞ്ജുവിന് പ്രായമായി, 2026-ലെ വേൾഡ് കപ്പ് കളിക്കണമെങ്കിൽ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടി വരുന്നു. ഇപ്പം പ്രായമായി, 18 വയസ്സ് മുതൽ കയറിയിരിക്കുന്ന മനുഷ്യൻ, 18 വയസ്സിൽ ഡെബ്യൂട്ട് ചെയ്ത മനുഷ്യൻ. അപ്പോൾ അയാൾക്ക് പ്രായമായി പോലും. ഇതാണ് അവസ്ഥ. അപ്പോൾ എന്തെന്നേലും സഞ്ജുവിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അത്രേ പറയാൻ പറ്റും. അല്ലാതെ ഇതിൻ്റെ ഭാഗത്തുനിന്ന് അകമറിഞ്ഞിട്ടുള്ളൊരു അവസരങ്ങളോ സംഭവങ്ങളോ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റൂല.